എല്ലാ തലങ്ങളിലും പുതിയ ഭരണസമിതികൾ സ്ഥാനമേറ്റു കഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ശക്തമായ രാഷ്ട്രീയ പ്രചരണങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാവരും നടത്തി. ആ ഘട്ടം പിന്നിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികൾ സ്ഥാനമേറ്റതോടെ അവർക്ക് മുന്നിൽ പുതിയ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്. ഇന്ന് കാണുന്ന ത്രിതല പഞ്ചായത്ത് നഗരഭരണ സംവിധാനം രൂപപ്പെടുന്നതിന് പിന്നിൽ കേരളത്തിൻ്റേതായ സവിശേഷ ചരിത്രമുണ്ട്. ഭരണം കേവലം സെക്രട്ടേറിയറ്റിൽ കേന്ദ്രീകരിക്കുന്നതിന് പകരം താഴെ തട്ടിലേക്ക് എത്തിക്കണമെന്ന ആദ്യം ശുപാർശ ചെയ്യുന്നത് 1957 രൂപീകരിക്കപ്പെട്ട EMSൻ്റെ നേതൃത്വത്തിലുള്ള ഭരണപരിഷ്കാര കമ്മിറ്റിയാണ്. ഗ്രാമതലത്തിൽ ഭരണനിർവഹണത്തിനുള്ള അടിസ്ഥാന യൂണിറ്റായി പഞ്ചായത്തുകൾ മാറുക, തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതികൾക്ക് കൂടുതൽ സ്വയംഭരണാധികാരം നൽകുക, ഇത്തരം ശുപാർശകളും ആ കമ്മിറ്റി മുന്നോട്ട് വെച്ചു. 1967 EMS മന്ത്രിസഭ വന്നപ്പോൾ ദ്വിതല സമ്പ്രദായത്തോടു കൂടിയുള്ള പഞ്ചായത്ത് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. 1987 നായനാർ സർക്കാരിൻ്റെ കാലത്താണ് ജില്ലാ കൗൺസിലുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഇന്നത്തെ നിലയിലുള്ള നഗരഭരണ സംവിധാനവും 73-74 ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട്, കേരള മുനിസിപ്പാലിറ്റി ആക്ട് എന്നിവ മുഖേനയാണ് നിലവിൽ വന്നത്. 1995 ഒക്ടോബർ 2 അതനുസരിച്ച് ജനപ്രതിനിധികൾ സ്ഥാനമേറ്റെടുത്തു. അവിടെയും കേവലമായ പരിഷ്കരണമല്ല നമ്മുടെ സംസ്ഥാനം ലക്ഷ്യമിട്ടത്. വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിലയിലേക്ക് എത്തിക്കുക എന്നത് പ്രധാനമായിരുന്നു. സാമ്പത്തികമായും സ്ഥാപനശേഷി കൊണ്ടും സ്വയംഭരണാധികാരം നൽകിയും ശാക്തീകരിച്ചുകൊണ്ടുള്ള ഒരു മാതൃകയാണ് നാം തേടിയത്. അതിനു പറ്റിയ ജനകീയാസൂത്രണം, ആ ജനകീയാസൂത്രണ പ്രസ്ഥാനം 1996 ആഗസ്റ്റ് 17 നിലവിൽ വന്നു. തുടർന്ന് സെൻ കമ്മിറ്റി രൂപീകൃതമായി. ആ സെൻ കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ പൗരാവകാശ രേഖ, അറിയാനുള്ള അവകാശം തുടങ്ങിയവ ഉൾപ്പെടുത്തി സമഗ്രമായ നിയമഭേദഗതി 1999 കൊണ്ടുവന്നു. ഇതോടെ സംസ്ഥാനത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ശക്തമായ സ്വയംഭരണ സംവിധാനങ്ങളായി മാറി. ഏറ്റവും അവസാനം 2022 ഫെബ്രുവരി 19 ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിലവിൽ വന്നു. പഞ്ചായത്ത്, ഗ്രാമവികസനം,
നഗരകാര്യം, എഞ്ചിനീയറിംഗ് വിഭാഗം, നഗര ഗ്രാമാസൂത്രണം എന്നിങ്ങനെ വിവിധങ്ങളായി നിന്നിരുന്ന വകുപ്പുകളെ അതോടെ ഒറ്റ വകുപ്പാക്കി മാറ്റി. അങ്ങനെ പ്രാദേശിക സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനോപകാരപ്രദമായും ഫലപ്രദമായും നടപ്പിലാക്കുന്നതിനുള്ള ഏകീകൃത പ്ലാറ്റ്ഫോമാണ് നിലവിൽ വന്നത്. 1995 സ്ഥാനമേറ്റെടുത്ത ജനപ്രതിനിധികൾ ജനകീയാസൂത്രണത്തിൻ്റെ പിൻബലത്തോടെ പുതിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സാധ്യമാക്കി. അന്ന് ലഭ്യമല്ലാതിരുന്ന ഒട്ടേറെ സൗകര്യങ്ങൾ ഇന്നത്തെ ജനപ്രതിനിധികൾക്ക് ലഭ്യമാണ്. ഓരോ വർഷവും പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ച് നൽകുകയാണ്. സേവനം വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന ഡിജിറ്റൽ സാങ്കേതികവിദ്യ നാം ഫലപ്രദമായി ഉപയോഗിക്കുന്നു. ശാസ്ത്രീയമായ സർവേയിലൂടെ കണ്ടെത്തിയ അതിദരിദ്രരെ ഓരോ ആവശ്യങ്ങളും നിർണയിച്ച് മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സമയബന്ധിതമായി സാധ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു. നേരത്തെ തന്നെ പ്രസ്താവിച്ചതാണ്, ഇതിലേറ്റവും സ്തുത്യർഹമായ പങ്കാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വഹിച്ചിരുന്നത് എന്ന്. ഇത്തരമൊരു സാഹചര്യത്തിൽ പുതിയ ഭരണസമിതികളുടെ ചുമതല കൂടുതൽ വിപുലമാണ്. അതിദാരിദ്ര്യമുക്തരായവർ തിരികെ അതിദാരിദ്ര്യത്തിലേക്ക് പോകരുത്. പല കാരണങ്ങളാൽ അതിദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴുന്ന ആൾക്കാരുണ്ടാകാം. അതിൽ നിന്നും അവരെ മുക്തരാക്കാനാവണം. ഈയൊരു പ്രക്രിയ നിരന്തരം സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതിനായുള്ള EPEP 2.0 പദ്ധതി എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും ആരോഗ്യകരമായ മത്സരബുദ്ധിയോടെ ഏറ്റെടുക്കേണ്ടതുണ്ട്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയിലൂടെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനം എന്ന നിലയിലേക്ക് സമീപനത്തിലും പശ്ചാത്തല സൗകര്യങ്ങളിലും നാം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രാദേശിക സർക്കാരുകളുടെ അനിവാര്യ ചുമതല കൂടിയാണ് ഈ മേഖല. ഇതിലെ നേട്ടങ്ങൾ വിവിധ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ വലിയ തോതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നേട്ടങ്ങൾ നിലനിർത്തുന്നതിനും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നിതാന്ത പരിശ്രമം ആവശ്യമുള്ളതാണ്. ഭാവി ഉറപ്പുള്ളതാക്കാൻ നാട് മാലിന്യമുക്തമാകൽ പ്രധാനമാണ്. ആ ചുമതല എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും പൂർണ്ണമായും ഏറ്റെടുക്കേണ്ടതാണ്. ലൈഫ് ഭവന പദ്ധതിയിലൂടെ പൂർത്തിയായ 5 ലക്ഷത്തോളം വീടുകൾ, ആ നേട്ടം അടുത്ത മാസത്തോടെ പൂർത്തിയാക്കാനാണ് പോകുന്നത്. എന്നാൽ അതുകൊണ്ട് പൂർണ്ണമാകുന്നില്ല. കൂടുതൽ ഭവനരഹിതർക്കുള്ള അടച്ചുറപ്പുള്ള സുരക്ഷിത ഭവനം ലഭ്യമാക്കാൻ അശ്രാന്ത പരിശ്രമം ഉണ്ടാകേണ്ടതുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇതിൽ പ്രധാന പങ്ക് വഹിക്കേണ്ടതുമാണ്. പാലിയേറ്റീവ് പരിചരണ നയം ആദ്യമായും പ്രഖ്യാപിച്ചത് കേരള സംസ്ഥാനമാണ്. നിലവിൽ സംസ്ഥാനത്താകെ
തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും ആരോഗ്യവകുപ്പിൻ്റെയും നേതൃത്വത്തിൽ 1142 പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് വളണ്ടിയർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സാർവത്രികമായ പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കുക